അറുപടൈ വീടിലെ രണ്ടാമത്തെ അമ്പലമായ തിരുച്ചെന്തൂരിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അറുപടൈ വീടിലെ ആദ്യത്തെ അമ്പലമായ തിരുച്ചെന്തൂരിലേക്കാണ് യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സതീർത്ഥ്യൻ VU2 YNS. ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറയുമോ? ഇത് അറുപടൈ വീടെന്ന് പറഞ്ഞാൽ 6 മുരുകന്റെ അമ്പലങ്ങളാണ്. പണ്ട് ഏതോ ഒരു യുദ്ധത്തിൽ പോയപ്പോൾ 6 സ്ഥലത്ത് പുള്ളി താമസിച്ചിരുന്നു. അപ്പൊ ആൾക്കാരുമായിട്ട് യുദ്ധത്തിൽ പോയ സമയത്ത് അപ്പൊ അങ്ങനെയുള്ള താമസിച്ച സ്ഥലങ്ങളാണ് ഈ അറുപടൈ വീടെന്ന് പറയുന്നത്. അത് ആദ്യം ശരിക്കും പറഞ്ഞാൽ തുടങ്ങേണ്ടത് തിരുപ്പുറംകുன்றത്തിൽ നിന്നാണ്. തിരുപ്പുറംകുன்றம் ബാക്കിലാണ്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ അതുവഴി ബാക്കിയുള്ളതെല്ലാം അങ്ങോട്ട്. അപ്പൊ അവസാനം കിടക്കുന്നതും ആദ്യം നമ്മൾ പോകുന്നതുമായിട്ടുള്ളത് അമ്പലം എന്ന് പറയുന്നത് തിരുപ്പുറംകുன்றമാണ്. ഇതൊരു സീ സൈഡിലുള്ളതാണ്. ഇതിന് കഴിഞ്ഞാൽ പിന്നെ കടലാണുള്ളത്. ഈ ചൊവ്വ ഗ്രഹത്തിന്റെ ഏറ്റവും കൂടുതൽ റേസ് വീഴുന്ന ഒരു സ്ഥലം എന്നതിനാൽ ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. കാര്യം മാനസിക വിഷമമുള്ളവർക്കും ചൊവ്വാദോഷമുള്ളവർക്കും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന സ്ഥലമാണ് ഈ തിരുച്ചെന്തൂരില് പുള്ളി ഭാര്യമാർ 2 പേരുണ്ട്. അവർ 2 പേരും അവിടെ അവർക്ക് സെപ്പറേറ്റ് കോവിലും ഉള്ളതാണ്. പിന്നെ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിന് ഭയങ്കരമായ ശാന്തത ഉണ്ടാവും. അവിടെ തൊഴുതിട്ട് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന് നല്ല ശാന്തത തോന്നുന്ന ഒരു അമ്പലമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റു പലരും പറഞ്ഞു കേട്ടിട്ടുള്ള അങ്ങനെയാണ്. അതാണ് ഈ മുരുകൻ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. തിരുച്ചെന്തൂർ മുരുക ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ ഉണ്ടായിരുന്നു, പിന്നെ നായന്മാർക്ക് കിടക്കാനുള്ള നിർബന്ധമുണ്ട്. ഉണ്ടായിരുന്നു, അന്ന് പണ്ടത്തെ ഇതിൽ ഉണ്ടായിരുന്നു. ശരി, ആദ്യം കേൾക്കും കേട്ടോ. ഉണ്ടായിരുന്നു. അത് വേറെ ആൾക്കാരല്ല, വേറെ വിട്ടോ. അത് അമ്പലത്തിലേക്കുള്ള വഴിയാണ്. സൂം ചെയ്യ്, അയാളെ കുറച്ച് സൂം ചെയ്ത്. പിന്നെ വണ്ടി കൊണ്ടുവന്ന് കാർ പാർക്കിൽ പാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് നടന്നു പോകണം. നമ്മൾ അമ്പലത്തിലേക്കുള്ള വഴിയിലാണ്. ഇവിടം വരെ വണ്ടി കാറിൽ വരാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് നമുക്ക് നടന്നു തന്നെ പോകണം. ഇനിയിപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിലേക്ക് പോവാണ്. അമ്പലത്തിനടുത്തൊക്കെ ആവശ്യം പോലെ ലോഡ്ജുകൾ, താമസിക്കാൻ സൗകര്യങ്ങളുണ്ട്, ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഭയങ്കര തിരക്കാണ്. റോഡിൽ തന്നെ നല്ല തിരക്കുണ്ട്. അപ്പം അമ്പലത്തിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസിലെത്തിയിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെ ദർശനത്തിന് ടിക്കറ്റ് എടുത്തുള്ള ദർശനം ചെയ്യാമെന്ന് കരുതി തിരക്കിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തുള്ള ദർശനത്തിന് വേണ്ടി പോവാണ്. ഒരുപാട് സ്ഥലം കാണാനുള്ളത് ഇതുകൊണ്ട് നടക്കത്തില്ലേ. അങ്ങനെ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി. അമ്പലത്തിനകത്തെ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. மனைவி வேண்டாம், ஒரு பிரயோஜனம் கிடையாதுங்கிறாரு. பிறகு இல்லற வாசிய பத்தி என்ன சொல்றாரு பாருங்க. காடே திருநன்னவர் மெய் அன்பன் முருக மேல சிவபெருமான் மேல இல்லறத்துல இருக்கிறது எவ்வளவு கஷ்டம். அப்போ சொன்னாருங்க, மனைவியினுடைய புடுங்கல், பிள்ளையினுடைய புடுங்கல், வியாபாரத்துல லாபம் நஷ்டம்.
അങ്ങനെ രണ്ടാമത്തെ അറുപടി വീട് ദർശനം കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്